ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 39-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ വായിക്കാം. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ക്രൂശിന്മേൽ കർത്താവ് കിടക്കുമ്പോൾ 7 തിരുമൊഴികൾ സംസാരിച്ചു. അതിൽ ആദ്യത്തെ തിരുമൊഴിയും ഒടുവിലത്തെ തിരുമൊഴിയും നടുവിലത്തെ തിരുമൊഴിയും നിത്യനായ ദൈവത്തോടായിരുന്നു. 1-ാമത്തെയും 7-ാമത്തെയും തിരുമൊഴികൾ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്നാൽ 4-ാമത്തെ തിരുമൊഴി, നടുവിലത്തെ തിരുമൊഴി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ്. 1-ാമത്തെ തിരുമൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതായെന്ന് ഇവർ അറിയായാലും ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന കേട്ടപ്പോൾ വലത്തുഭാഗത്തെ കള്ളൻ അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു യേശുവിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. അതുവരെയും അവൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അവനെപ്പോലെ തന്നെ, അവൻ്റെ കൂട്ടുകാരനെ പോലെ തന്നെ കുറ്റം ചെയ്ത ഒരു കുറ്റവാളി, അങ്ങനെ കരുതിയുള്ളൂ. 3 കുറ്റവാളികൾ, 3 ദുഷ്പ്രവൃത്തിക്കാർ, അത്രയേ അവൻ വിചാരിച്ചുള്ളൂ. എന്നാൽ ഈ ശബ്ദം കേട്ടപ്പോൾ, ആ പ്രാർത്ഥനാസ്വരം കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു. അവൻ പെട്ടെന്ന് മനസ്സിലായി, ഇത് സാധാരണ സ്വരമല്ല, ഇതൊരു സാധാരണ മനുഷ്യന് പറയാവുന്ന സ്വരവുമല്ല, ഇത് ഒരത്ഭുത ശബ്ദമാണിത്. അവൻ പെട്ടെന്ന് തരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിൻ്റെ തിരുമുഖം കണ്ടു. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനായ, ഒരു പക്ഷേ എടുത്ത ഭാഗത്ത് കള്ളനായിരിക്കണം, അവൻ പറയുകയാണ്, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. യേശുവിനെ ദുഷിക്കുകയാണ്, അപ്പോഴും ദുഷിക്കുകയാണ്. ഈ ശബ്ദം കേട്ടപ്പോൾ ഒരാൾ വിശ്വാസിയായി തീർന്നു. പ്രാർത്ഥന ശബ്ദം കേട്ടപ്പോൾ ഒരാൾ വിശ്വാസിയായി തീർന്നു, മറ്റേയാൾ അവിശ്വാസിയും ദൂഷകനുമായി തീർന്നു. അവൻ ദുഷിച്ചു. യേശുക്രിസ്തുവിന് സ്വരം കേട്ടപ്പോൾ ഒരാൾക്ക് മാനസാന്തരം ഉണ്ടായി, ഒരാൾക്ക് മനന്തിരിവുണ്ടായി. വലതുഭാഗത്തെ കള്ളന് മനന്തിരം ഉണ്ടായി, അവന് മാനസാന്തരം ഉണ്ടായി. അതേ ശബ്ദം കേട്ടുന്ന യേശുക്രിസ്തുവിൻ്റെ അതേ സ്വരം തന്നെ കേട്ടപ്പോൾ ഇടതുഭാഗത്തെ കള്ളന് ഉള്ളം കഠിനപ്പെട്ടു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. യേശുവിനെ ദുഷിച്ചു. ഇതുവരെയും 2 പേരും ദുഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാൾ മനം തിരിഞ്ഞു, വലതുഭാഗത്തെ കള്ളൻ മനം തിരിഞ്ഞു. അവൻ്റെ മനസ്സിൽ മാറ്റം വന്നു. അവൻ ഇപ്പോൾ മനം തിരിഞ്ഞു. അവൻ്റെ ഭാവം മാറി, അവൻ്റെ ശബ്ദം മാറി, അവൻ്റെ സ്വരം മാറി, അവന് കാര്യമായ പരിവർത്തനം വന്നു. എന്നാൽ ഇടതുഭാഗത്തെ കള്ളനോ, അവന് മാറ്റം വന്നില്ലെന്ന് മാത്രമല്ല, പിന്നെയും ദൃഷ്ടിക്കൊണ്ടിരിക്കുന്നു. നീ ക്രിസ്തു അല്ലേ, നിന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്, നീ ക്രിസ്തു അല്ലയോ, പരിഹസിക്കുകയാണ്. നീ ദൈവപുത്രനല്ലേ നീ അവകാശപ്പെടുന്നത്, ക്രിസ്തു അല്ലയോ, പരിഹസിക്കുകയാണ്. എപ്പോഴും ഓർത്തുകൊള്ളണം, പരിഹസിക്കുന്നത് മഹാപാപമാണ്. ഒരിക്കലും ചെയ്യരുത്. പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും തരം താഴ്ത്തി കാണരുത്, ആരെയും ചെറുതാക്കി കാണരുത്, ആരെയും തുച്ഛീകരിക്കരുത്. പലപ്പോഴും നാം അറിയാതെ ആയിരിക്കാം നാം പരിഹസിക്കുന്നു. ഹാസ്യാത്മകമായി പറയുന്ന ചില നിർദോഷമായ ഫലിതങ്ങളെയല്ല ഞാൻ ഈ പറയുന്നത്, നിർദോഷമായ ഫലിതങ്ങൾ അതല്ല. എന്നാൽ ആരുടെയും ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ആരെയും നാം പരിഹസിക്കരുത്. നീ ക്രിസ്തു അല്ലയോ, ദൈവപുത്രൻ എന്നൊക്കെയല്ലേ നീ അവകാശപ്പെടുന്നത്, എന്നിട്ട് എന്തായി? ദൈവപുത്രൻ നീ പറഞ്ഞിട്ട് എന്തായി? നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ഉടനെ മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിലായി തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ദൈവവിചാരമില്ലാത്ത എന്താണ്? ഒരേപോലെ ശിക്ഷാവിധിയിലായിരിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നോക്കൂ, പെട്ടെന്ന് അവൻ ദൈവവിശ്വാസം വരികയാണ്. ഈ ലാസ്റ്റ് മൊമെൻറ്റ്, ഈ അവസാന നിമിഷത്തിൽ അവൻ ദൈവവിശ്വാസം വരികയാണ്. ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അവൻ കള്ളനാണ്, കൊള്ളക്കാരനാണ്, കവർച്ചക്കാരനാണ്. പക്ഷേ കൊലപാതകയും ദൂഷകനുമായിരുന്ന അവനിപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നു. നോക്കൂ, ജീവിതത്തിൽ
രക്ഷയുടെ അനുഭവം നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവഭയം വേണം. ദൈവഭയം. എന്നെ കാണുന്നൊരു ദൈവം. ഒരു ദിവസം ഞാൻ കണ്ണടയുമ്പോൾ ഞാൻ കടന്നു ചെല്ലേണ്ടത് ദൈവത്തിന് മുമ്പിലേക്കാണ്. ഞാൻ അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. ഒരു ദൈവഭയം. ഇന്ന് അപ്പൻ കാണുന്നില്ല, അമ്മ കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, ഭർത്താവ് കാണുന്നില്ല, മക്കൾ കാണുന്നില്ല. ശരി, ഇന്നാരും കാണുന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല. ദൂരെ ദൂരെ അങ്ങ് വളരെ ദൂരെ വീട്ടിൽ നിന്നകന്ന് ദൂരെ നിൽക്കുന്ന ആര് കാണാനാണ്? എന്നാൽ അങ്ങനെയല്ല. എന്നെ എപ്പോഴും കാണുന്നൊരു ദൈവമുണ്ട്. ഭയം, ദൈവഭയം മറക്കരുത്. എപ്പോഴും ദൈവഭയം വേണം. എന്നെ ജീവൻ്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറയാൻ സാധ്യമല്ല. എൻ്റെ ഓരോ വാക്കും അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അവനെ മറയ്ക്കാൻ സാധ്യമല്ല, അവനെ ഒളിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് വായിക്കാം. 139 സങ്കീർത്തനം 1-ാം വാക്യം മുതൽ. നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യമായിരിക്കും, പക്ഷേ 139 സങ്കീർത്തനം 1-ാം വാക്യം മുതൽ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ഭയത്തോടെ പറയുകയാണ്, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. പിന്നെ നീ മുമ്പും പിമ്പും എന്നെ അടച്ച്, മുമ്പും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എപ്പോഴും നീ എന്നെ കാണുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ. നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിന്നെ വിളിച്ച് ഞാൻ എവിടെ പോയി മറയാനാണ്? സാധ്യമല്ലല്ലോ. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? തിരുസാന്നിധി വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കാൻ സാധിക്കും? സാധിക്കില്ലല്ലോ. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ നിന്ന് കിടക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും നീ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഞാൻ ദൂരെ ദൂരെ പോയി പാർത്താൽ അവിടെ സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദൈവമേ, ഇരുട്ടും വെളിച്ചം നിനക്ക് ഒരുപോലെ തന്നെ. ദൈവത്തെ മറിക്കാൻ സാധ്യമല്ല. ദൈവഭയം. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ചോദിക്കുകയാണ്. വലത്തുഭാഗത്തുകളും ചോദിക്കുകയാണ്, ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അവൻ ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു. ദൈവമക്കളെ, നിങ്ങൾ പറയേണ്ടതാണ്, ദൈവഭയം കൊടുക്കണം. മക്കൾക്ക് ദൈവഭയം കൊടുക്കണം. മക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് ദൈവഭയം കൊടുക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് മറ്റുള്ളവർക്ക് ദൈവഭയം കൊടുക്കണം. ദൈവഭയം. നിങ്ങളുടെ ജീവിതം കണ്ട് ദൈവഭയം ഉണ്ടാകണം. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതം കണ്ട് ദൈവഭയം ഉണ്ടാകണം. നിങ്ങളെ ഭയമല്ല. നിങ്ങൾ ഭയപ്പെട്ടിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ദൈവഭയം കൊടുക്കണം. ദൈവഭയം ഉണ്ടാകണം. നിങ്ങളെ കാണുന്നവർക്ക് ദൈവഭയം ഉളവാകത്തക്കവണ്ണം നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം. ദൈവഭയം. ദൈവത്തിന് സ്തോത്രം. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അടുത്ത വാക്യം. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ഈ വലതുഭാഗത്തുകളും പറയുകയാണ്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. ന്യായമായി നമുക്ക് കിട്ടുന്നത്. നാം ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. നാം കൊലപാതകികളാണ്, നാം കവർച്ചക്കാരാണ്, നാം കൊള്ളക്കാരാണ്, നാം ദുഷ്ടന്മാരാണ്, നാം നിഷ്ഠൂരന്മാരാണ്, നാം ഏറ്റവും ഭീകരന്മാരാണ്. നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. നാം പ്രവർത്തിച്ചതൊക്കെ യോഗ്യമായതല്ലേ നമുക്ക് കിട്ടുന്നത്, ന്യായമായിട്ടല്ലല്ലോ. നമുക്ക് ഈ ശിക്ഷ കിട്ടിയത് ന്യായമായിട്ടാണ്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ അരികത്ത് കിടക്കുന്ന ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ, യേശുവിനെക്കുറിച്ച് അവൻ സാക്ഷിക്കുകയാണ്. അവന് ഇപ്പോഴാണ് യേശുവിനെ പരിചയം കിട്ടിയെങ്കിലും അവൻ എല്ലാം വെളിപ്പെട്ട് കിട്ടി. ഒരു നിമിഷം കൊണ്ട് എല്ലാം വെളിപ്പെട്ട് കിട്ടി. എന്തൊരു അത്ഭുതം! ഒരു സെക്കൻഡ് നേരം മതി കണ്ണ് തുറക്കാൻ. കണ്ണ് തുറന്ന് കിട്ടി. അവൻ്റെ ഉൾക്കണ്ണ് തുറന്ന് കിട്ടി. ദൈവഭയത്തെക്കുറിച്ച് പറയാനുള്ള അവന് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടി. ദൈവഭയം കിട്ടി. മറ്റവനെ ഉപദേശിക്കാനുള്ള ധൈര്യം കിട്ടി. നാം ന്യായമായതാണ് അനുഭവിക്കുന്ന കുറ്റബോധം കിട്ടി. നമുക്ക് ന്യായമായ ശിക്ഷയാണ് കിട്ടുന്നതെന്നുള്ളതായി എളിമ കിട്ടി. അതുമാത്രമല്ല, അവനിപ്പോൾ പറയുകയാണ്, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അരുതാത്തൊന്നും ചെയ്യാത്തവനാണ് ഈ കിടക്കുന്നവൻ. സ്തോത്രം. ഇവൻ ശിക്ഷ അനുഭവിക്കേണ്ടവനല്ല. ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അടുത്ത ഭാഗത്തെ കള്ളനോട് ഉപദേശിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ തിരിഞ്ഞു. അതുവരെ അടുത്ത ഭാഗത്തിന് കള്ളൻ്റെ നേരെ തിരിഞ്ഞ് സംസാരിക്കുകയായിരുന്നു. പറയാനുള്ളത് പറഞ്ഞു, പറയേണ്ടത് പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് പറയേണ്ടതെല്ലാം പറഞ്ഞു തീർത്തു. സ്തോത്രം. എത്ര നേരം കൊണ്ട് മരിക്കാൻ അറിയാൻ പാടില്ല. പറയേണ്ടതെല്ലാം പറഞ്ഞു തീർത്തു. എന്നിട്ട് അവസാനമായി യേശുവോട് പറയും, മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തുകൊള്ളണമേ. നോക്കൂ, മരിക്കുന്നതിന് മുൻപ് അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചു.
ഉപദേശിക്കേണ്ടത് ഉപദേശിച്ചു, സാക്ഷിക്കേണ്ടത് സാക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ പറയേണ്ടത് പറഞ്ഞു. മാത്രവുമല്ല, അവസാന നിമിഷത്തിൽ അവൻ യേശുവിനോടും പറഞ്ഞു, മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെക്കൂടെ ഓർത്തുകൊള്ളണം. നീ രാജ്യത്വം പ്രാപിച്ചു വരും, അവൻ വിശ്വാസം. നീ വീണ്ടും രാജ്യത്വം പ്രാപിച്ചു വരും. ഇന്ന് മുൾമുടിയേറ്റ് നീ കടന്നു പോകുന്നു. ഇന്ന് നീ ക്രൂശിന്മേൽ കിടന്ന് പെട്ടെന്ന് കടന്നു പോകുന്നു. എന്നാൽ നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരും. നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞു, യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു. രാജ്യത്വം പ്രാപിച്ചു വരുന്ന വരുംകാലത്തല്ല, ഇന്ന്. എന്ന് ഞാൻ പർദീസയിലേക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഭക്തകവി ഒരിക്കൽ പാടിയ ആശയം ഇങ്ങനെയാണ്: യേശു അങ്ങ് കടന്നു ചെന്നു. അപ്പോൾ യേശുവിൻ്റെ ചേർന്ന് ഒരാളും കൂടി, മാലാഖമാർ, കർത്താവേ, ഇവനോ നിൻ്റെ കൂടെ? ഇവൻ കള്ളനല്ലേ, കൊള്ളക്കാരനല്ലേ, ഇവനെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാമോ? കർത്താവ് പറഞ്ഞു, ഇവൻ ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നോട് ഓർത്തുകൊള്ളണം എന്നുള്ള അവൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അവനെ ഞാൻ സ്വീകരിച്ചതാണ്, അവനെ ഞാൻ കൈക്കൊണ്ടതാണ്, എൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചതാണ്, അവനെ ഞാൻ അവൻ്റെ പഴയകാലം എല്ലാം മായ്ച്ചു കൊടുത്തതാണ്. ഇന്ന് നീ എന്നോട് പ്രതീക്ഷിച്ചിരിക്കുമെന്ന് ഞാൻ അവന് വാഗ്ദത്തം കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക്, എൻ്റെ വചനമനുസരിച്ചാണ് അവൻ വരുന്നത്. അതുകൊണ്ട് അവനെ സ്വീകരിക്കാം. സ്തോത്രം. വചനമനുസരിച്ച് വരുന്നവനെ സ്വീകരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വചനം കേട്ട് വരുന്നവനെ സ്വീകരിക്കും. വചനപ്രകാരം ജീവിക്കുന്നതിനെ സ്വീകരിക്കും. വചനം, ജീവൻ്റെ വചനം, അതിൻ്റെ ശക്തി എന്താണ്? യേശുക്രിസ്തുവിൻ്റെ വചനം. ഒരു വാക്ക് കിട്ടിയാൽ മതി. ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. എന്തോ ഒരു സമാധാനം. ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കും. അത് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു, നീ എന്നോട് പർദീസയിലിരിക്കുമെന്ന് ഇന്ന് എന്നോട് പറയുന്നുവെന്ന്. നീ എന്നോട് പർദീസയിലിരിക്കുമെന്ന് ഇന്ന് എന്നോട് പറയുന്നു. അങ്ങനെയും പറയുന്ന വ്യാഖ്യാതാക്കളുണ്ട്. എന്തുമാകട്ടെ, നീ എൻ്റെ കൂടെ പർദീസയിലുണ്ടാകും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ രണ്ടാമത്തെ തിരുമൊഴി അതാണ്: ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. അപ്പോഴാണ് കർത്താവ് താഴോട്ട് നോക്കിയത്. വശത്തേക്ക് നോക്കി. ആദ്യം പിതാവിലേക്ക് നോക്കി, വശത്തേക്ക് നോക്കി. മക്കളിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കുമെന്ന് പറഞ്ഞു. താഴോട്ട് നോക്കിയപ്പോൾ അനാഥയായി കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന അമ്മയെ കണ്ടു. അമ്മ അനാഥയായി, മാതാവ് കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ്. ഏങ്ങളടിച്ചുകൊണ്ട് കരയുകയാണ്. മാത്രമല്ല, സീമത്തുമാർ വേറെയുമുണ്ട്, അവരും കരയുന്നു. അപ്പുറത്ത് ഏകാഗിയായി അമ്പരപ്പോടെ നിൽക്കുന്ന ശിഷ്യൻ ക്രിസ്തു യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വിട്ട് ഓടിപ്പോയി. മത്തായിയും അന്ത്രയോസും യാക്കോവും പത്രോസും എല്ലാവരും പോയി. എല്ലാവരും ഇട്ടേച്ച് പോയി. ഈ നിർണായക സമയത്ത് എല്ലാവരും വിട്ടുപോയി. ഒരു ഗൗരവമേറിയ സന്ദർഭം വന്നപ്പോൾ എല്ലാവരും വിട്ടുപോയി. അപ്പോൾ വേറെ ആരുമില്ല, കൂട്ടുകാരാരുമില്ല. ആകെ ഈ കരയുന്ന വിശുദ്ധ മാതാവ് മാത്രമുണ്ട്. യോഹന്നാൻ അമ്പരപ്പോടെ നിൽക്കുകയാണ്, പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ്. ചുറ്റും നോക്കുന്നു. എല്ലാവരും തൂക്കുക എന്ന് നട്ടസിക്കുന്നു. അമർഷത്തോടെ ക്രൂരമായി വിളിക്കുന്ന ശബ്ദം അതേ കേൾക്കുന്നുള്ളൂ. എല്ലാവരും കുറ്റം പറയുന്നു, എല്ലാവരും ആക്ഷേപിക്കുന്നു, എല്ലാവരും പരിഹസിക്കുന്നു. നല്ല വാക്ക് പറയാൻ ആരുമില്ല. കരയാൻ പ്രിയപ്പെട്ട മാതാവും ഏതാനും സീമപുത്രന്മാരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ഉള്ളലിഞ്ഞു. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ്. മൂന്നാമത്തെ തിരുവചനം അതാണ്. മൂന്നാമത്തെ തിരുമൊഴി, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അനാഥർക്ക് നാഥനാണ്. മറക്കരുത്, അനാഥർക്ക് നാഥനാണ്. സ്തോത്രം. അപ്പനില്ലാത്തവർക്ക് അപ്പനാണ്. അഗതികൾക്ക് തുണയാണ്. ആരോഗ്യമില്ലാത്തവർക്ക് സഹായിയാണ്. അമ്മയില്ലാത്തവർക്ക് മാതാവിനെ പോലെ മാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യിക്കുകയും ചെയ്യുന്നവനാണ്. ഭർത്താവില്ലാത്തവർക്ക് അരുമകാന്തനെ പോലെ താങ്ങുകയും തലോടുകയും കണ്ണീർ തുടയ്ക്കുകയും ചെയ്യുന്നവനാണ്. സ്തോത്രം. വിധവമാർക്ക് കാന്തൻ, അനാഥർക്ക് പിതാവ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും അനാഥരായിട്ടുണ്ടോ? അനാഥരായിട്ട് അപ്പൻ മരിച്ചു പോയവർ, അമ്മ വിട്ടുപോയവർ, അല്ല ഭർത്താവ് മരിച്ചു പോയവർ. സ്നേഹിതരെ, നിങ്ങൾ ഒരു സെക്കൻഡ് ചിന്തിക്കുക. ഒരു സെക്കൻഡ്. അവൻ അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്നവനാണ്.
അവൻ അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്നവനാണ്. 145 146 സങ്കീർത്തനം അവ രണ്ടിൽ കാണാം. അവൻ അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്നവനാണ്. സാക്ഷാല ദൈവഭക്തിയെക്കുറിച്ച് യാക്കോബ് പറയും, പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അനാഥരെയും വിധവമാരെയും പ്രത്യേകം കരുതുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. ദൈവത്തിൻ്റെ വചനമാണ് ഈ പറയുന്നത്. നിങ്ങൾ അനാഥരാണോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. നിങ്ങൾ വിധവയാണോ? നിങ്ങൾക്ക് യേശുക്രിസ്തുവിന് സംരക്ഷണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളൂ. അപ്പനില്ലാത്ത മക്കളാണോ? മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്കൊരപ്പനുണ്ട്. സ്തോത്രം. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കൊച്ചൻ, അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അപ്പൻ മരിച്ചുപോയി. അപ്പനെ വലിയ സ്നേഹമായിരുന്നു. അവനെ വലിയ വാത്സല്യവുമായിരുന്നു. ആ ബാലകൻ വളർന്നു. അവനെന്നും കരയും, എപ്പോഴും കരയും. അപ്പൻ പോയല്ലോ. അവൻ്റെ അമ്മയും അവനോട്ട് പോയി. അമ്മ വേറെ വിവാഹം കഴിച്ചു പോയി. പിന്നെ ആരും നോക്കുന്നത്? അവൻ്റെ അപ്പൻ്റെ അമ്മ, ഗ്രാൻഡ് മദർ, അപ്പൻ്റെ അമ്മയാണ് നോക്കുന്നത്. അവനെന്നും കരയും. ഈ ഗ്രാൻഡ് മദർ, അപ്പൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കും, മോനെ, നിനക്കൊരപ്പനുണ്ട്. മോൻ്റെ അപ്പനുണ്ട്. അവൻ സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ ദൈവം മോൻ്റെ അപ്പനാണ്. മോനെന്ന് പറയാമോ സ്വർഗത്തിലെ ദൈവം എൻ്റെ അപ്പനാണെന്ന്? ഗോഡ് ഈസ് മൈ ഫാദർ അവൻ പറയും, ഗോഡ് ഈസ് മൈ ഫാദർ. ദൈവം എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞ് വളർന്നു. കാലങ്ങൾ മുന്നോട്ട് പോയി. 24 വയസ്സായി. 24-ാമത്തെ വയസ്സിൽ അവൻ ലോകത്തിലേക്ക് ഉന്നതനായ ശാസ്ത്രജ്ഞനായി മാറി. സർ ഐസക് ന്യൂട്ടൺ. ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ 24-ാമത്തെ വയസ്സിൽ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായി മാറി. ഐസക് ന്യൂട്ടൺ ജനിച്ചധികം കഴിയുന്നതിന് മുമ്പ് അപ്പം മരിച്ചു പോയവനാണ്. ദൈവത്തിന് സ്തോത്രം. അനാഥരെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ്. അനാഥരായി അവൻ ആരെയും കൈവിടുകയില്ല. എനിക്കാരുമില്ലെന്ന് പറഞ്ഞ് നീ കരയുന്നുവോ? നിന്നെ കാക്കാൻ, നിന്നെ നോക്കാൻ, നിന്നെ പോറ്റാൻ, നിന്നെ പുലർത്താൻ യേശുക്രിസ്തു ഉണ്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ചില അനുഭവങ്ങളൊക്കെ പറയാൻ തോന്നുന്നുണ്ട് എനിക്ക്. ചില നല്ല അനുഭവങ്ങൾ. ഞാൻ അനാഥനായിരുന്നു. സ്തോത്രം. അപ്പൻ മരിച്ചു പോയിരുന്നു. ഒരു വയസ്സിൽ അപ്പൻ മരിച്ചു പോയിരുന്നു. നിങ്ങൾ കേട്ട് മടുത്ത് കാണും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. സ്തോത്രം. പക്ഷെ ഒന്നെനിക്കറിയാം, കരഞ്ഞാൽ കരച്ചിൽ കാണുന്നൊരു ദൈവമുണ്ട്. ഏങ്ങലടിച്ചാൽ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. നെടുവീർപ്പിട്ടാൽ നെടുവീർപ്പ് മാറ്റിത്തരുന്ന ദൈവമുണ്ട്. വിതുമ്പിയാൽ വിതുമ്പൽ ഏറ്റുവാങ്ങുന്നൊരു ദൈവമുണ്ട്. കരഞ്ഞാൽ കണ്ണീര് തുടച്ചു തരുന്നൊരു ദൈവമുണ്ട്. സത്യം. വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിക്കൂ. അവൻ അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്നവനാണ്. സ്തോത്രം. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ്. 3-ാമത്തെ തിരുവചനം. അപ്പോഴാണ് വലിയൊരു വലിയ കൂരിരുട്ട് അന്ധകാരൻ ഭൂമിയെ പടർന്നു പിടിച്ചു. ആ സകലം കൂരിട്ട്, നട്ടുച്ചയ്ക്ക് ഇരുട്ട്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം കൂരിട്ടുണ്ടായി. 6 മണി നേരം 12 മണിയാണ്, ഉച്ചയ്ക്ക് 12 മണി. 9 മണി നേരം ഉച്ചയ്ക്ക് 3 മണി. 12 മണി മുതൽ 3 മണി വരെയും 3 മണിക്കൂർ നേരം ആ സകലം കൂരിരുട്ട്. എന്തോ ഒരു കൂരിരുട്ട്. സൂര്യൻ കണ്ണടച്ചു കളഞ്ഞു. പിതാക്കന്മാർ പാടുന്നത് അങ്ങനെയാണ്, സൂര്യൻ കണ്ണിറുകി അടച്ചു എന്ന്. സൃഷ്ടാവിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ സൃഷ്ടി കണ്ണടച്ചിരുട്ടാക്കി. സ്തോത്രം. സൃഷ്ടാവായ ക്രിസ്തുവിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ സൃഷ്ടിയായ സൂര്യൻ കണ്ണടച്ച് കണ്ണുപൂട്ടി ഇരുട്ടാക്കി. കൊള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഈ മനോഹരമായ ഗീതം പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സൂര്യൻ ഇരുണ്ടുപോയി, ആകാശം കറുത്തിരുണ്ടു, ആ സകലം കൂരിട്ടുണ്ടായി. ആർക്കും ആരെയും കാണാൻ വയ്യ. അപ്പോൾ ഒരു ശബ്ദം മാത്രം കേൾക്കാം. ഒരു ശബ്ദം, ഒരു ഏങ്ങലടിയുള്ള ശബ്ദം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതാണ് ക്രൂശിലെ 4-ാമത്തെ ശബ്ദം. 7 മൊഴികളിൽ നടുവിലത്തെ ശബ്ദം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിന് സ്തോത്രം. ഏങ്ങലടികളോട് ഉയർന്ന ആ ശബ്ദം സ്വർഗത്തിൽ മാറ്റിക്കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ മാറ്റിക്കൊണ്ട ആ ശബ്ദം മാലാഖമാർ ഏറ്റെടുത്തു. സ്തോത്രം. നൂറ്റാണ്ടുകളിലൂടെ ആ ശബ്ദം അൻഡണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറ്റിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളിലൂടെ, യുഗങ്ങളിലൂടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
ആ തിരുശബ്ദം. ഇന്ന് ആ ശബ്ദം എൻ്റെ കർത്താവേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് വധിച്ചിരുന്നെങ്കിൽ, എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടതെന്ത് എന്നുള്ള ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് മാറ്റിക്കൊണ്ടിരുന്നെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ആ ഏങ്ങലടികൾ ഒന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ പാറകൾ പിളർക്കുന്നു, ഭൂമി കുലുങ്ങുന്നു, വലിയ ഇടിമുഴക്കങ്ങൾ കേൾക്കുന്നു, മിന്നൽ പിണരുകൾ അങ്ങ് ആകാശവീഥിയിൽ തെരുതര മിന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സകലം പേടിപ്പെടുന്ന അന്തരീക്ഷം വരുന്നു. പാറകൾ പിളർക്കുന്ന ശബ്ദം കേൾക്കാം, വലിയ ശബ്ദം, ഭൂമി കുലുങ്ങുന്ന ശബ്ദം, ഭൂമി കുലുങ്ങുന്നതായ അനുഭവം, എല്ലാം പൊട്ടിത്തകരുന്നു. ദേവാലയത്തിൻ്റെ തിരശ്ശീല കുറുകെ കീറുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമോ സംഭവിക്കുന്നു. സ്തോത്രം. അവസാനം കൂരിട്ട് മാറിയപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. കുരിശിലെ 5-ാമത്തെ ശബ്ദം, എനിക്ക് ദാഹിക്കുന്നു. 5-ാമത്തെ തിരുമൊഴി. യേശുക്രിസ്തുവിന് വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം ആയിരുന്നില്ല അത്. ആ പടയാളികൾ വിചാരിച്ചത് വെള്ളത്തിന് വേണ്ടിയാണ്. അതാണ് ഓടക്കോൽമേൽ വെള്ളം കൊടുത്തത്. ചൊർക്കയും കാടിയും കൂട്ടി ചേർത്ത് കൊടുത്തു, കയ്പ് കാടി കൊടുത്തു. അവർ വിചാരിച്ച് വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമാണെന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ദാഹം വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം ആയിരുന്നില്ല. രക്ഷകൻ്റെ ദാഹം മനുഷ്യജാതിക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിന് വേണ്ടി ദാഹമായിരുന്നു. ആത്മാവിന് വേണ്ടിയുള്ള ദാഹം, നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ ദാഹം, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ളതായ ദാഹം, നമ്മെ നരകത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ളതായ ദാഹം, നമ്മെ ഘോരമായ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാനുള്ളതായ ദാഹം, നമ്മെ സാത്താൻ്റെ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളതായ ദാഹം, സാത്താൻ്റെ അടിമപ്പണി ചെയ്യുന്നവർ സാത്താൻ്റെ കൈകളിൽ നിന്ന് വിടർത്തിയെടുക്കാനുള്ളതായ ദാഹം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് ഈ ദാഹം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? യേശു നിങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു. യേശു നിങ്ങളെ നോക്കി വിളിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ ദാഹം തീർക്കാനായി വരും. എനിക്ക് ദാഹിക്കുന്നു, നീ കുടിപ്പാൻ തരുമോ? എനിക്ക് കുടിപ്പാൻ തരുമോ? ദൈവത്തിന് സ്തോത്രം. ഇന്നും ആ ശബ്ദം മാറ്റിക്കൊള്ളുന്നു, എനിക്ക് കുടിപ്പാൻ തരുമോ? എൻ്റെ ദാഹം തീർക്കാനായവരുണ്ട്. സ്തോത്രം. മുക്കുവ തൊഴിലാളികളായിരുന്നെങ്കിലും അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും യാക്കോവും അന്ത്രയോസും ആ അപ്പോസ്തലന്മാർ ദാഹം തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അവരെല്ലാം രക്തസാക്ഷികളായി തീർന്നു. സ്തോത്രം. തലമുറകൾ യേശുവിന് ദാഹം തീർക്കാൻ പുറപ്പെട്ട അനേകരെ നമുക്ക് കാണാം. അവരെല്ലാം നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നു. അവരെല്ലാം നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുന്നു. ചരിത്രത്തിൻ്റെ നഭോവീതിയിൽ സൂര്യൻ കെട്ടുപോയിട്ടും അവരിന്നും ജ്വലിച്ച് പ്രകാശിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ദാഹം തീർക്കാൻ വരാം. യേശുവിന് ദാഹം തീർക്കാൻ നിങ്ങൾക്കും വരാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് സമർപ്പിക്കാം. കർത്താവേ, അവിടെ ദാഹം തീർക്കാൻ ഞാനിതാ വരുന്നു. അവിടെ ദാഹം തീർക്കാൻ എന്നെക്കൊണ്ട് എന്താകും? ഞാനൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ? ഞാനൊരു പാവിയായ മനുഷ്യനല്ലേ? ഞാൻ നിസ്സാരമായ ഒരു മനുഷ്യനല്ലേ? എനിക്കെന്ത് കഴിവുണ്ട് കർത്താവേ? ഞാൻ ആരോരുമില്ലാത്തവനല്ലേ? ഞാൻ കടത്തിൽ മുങ്ങി വലയുന്നവനല്ലേ? ഞാൻ രോഗപീഠയിൽ വലയുന്നവനല്ലേ? അനേകം ദുഃഖങ്ങൾപ്പെട്ട് ആകുലത്തിൽപ്പെട്ട് ഞെരിയുന്നവനല്ലേ? കർത്താവേ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ അഴിലുന്നവളല്ലേ? കർത്താവേ, ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് വിഷമിച്ച് വീർപ്പുമുട്ടി കഴിയുന്നവളല്ലേ? എൻ്റെ കരുണയുള്ള കർത്താവേ, മദ്യപാനം കൊണ്ടെല്ലാം മുടിച്ച് തീർത്ത് എല്ലാം നശിപ്പിച്ച് കളഞ്ഞവനല്ലേ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ എന്തുണ്ട് എനിക്ക് ആശിക്കാൻ? എല്ലാം തകർത്ത് കളഞ്ഞവനല്ലേ? എല്ലാം നഷ്ടപ്പെടുത്തിയവനല്ലേ? ഞാൻ എങ്ങനെ ദാഹം തീർക്കും? ദാഹം തീർക്കാൻ എന്നെക്കൊണ്ട് എന്താകും? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മോനെ, നിനക്ക് സാധിക്കും. നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എനിക്ക് വേറൊന്നും വേണ്ട. നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എനിക്ക് വസിപ്പാൻ നിൻ്റെ ഹൃദയം തരിക. എനിക്ക് ചവിട്ടി നിൽക്കാൻ നിൻ്റെ ഹൃദയം തരിക. എനിക്ക് ഊന്നി നിൽക്കാൻ നിൻ്റെ ആളത്വം തരിക. എനിക്ക് സഞ്ചരിക്കാൻ നിൻ്റെ കാലുകൾ തരിക. എനിക്ക് സംസാരിക്കാൻ നിൻ്റെ നാവ് തരിക. എനിക്ക് പ്രവർത്തിക്കാൻ നിൻ്റെ കൈകൾ തരിക. എനിക്ക് നോക്കാൻ നിൻ്റെ കണ്ണുകൾ തരിക. എനിക്ക് വേണ്ടി നിൽപ്പാൻ നിൻ്റെ ആളത്വം തരിക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തരുമോ? നിന്നെ തന്നെ എൻ്റെ കരങ്ങളിലേക്ക് തരുമോ? യേശു ചോദിക്കുന്നു, സൃഷ്ടാവ് ചോദിക്കുന്നു. ഈ സമയം യേശു ചോദിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം തുറക്കുകയും യേശുവിനോട് പറയുകയും, കർത്താവേ, ഉള്ളത് ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് വേറും തരാനില്ല. നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം, കളഞ്ഞു പോയൊരു ജീവിതം, പിശാച് പന്താടിയൊരു ജീവിതം, സാത്താൻ കളിപ്പാവിയാക്കിയ ഒരു ജീവിതം, ശത്രു നിഹരിച്ച് കളഞ്ഞൊരു ജീവിതം, തകർന്നു പോയൊരു ജീവിതം, പാവം വരട്ടിക്കളഞ്ഞൊരു ജീവിതം, പാവം അഴുക്കാക്കിയൊരു ജീവിതം. ഉടയവനെ എൻ്റെ കൈകളിലേക്ക് തരാൻ നല്ലതൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഒന്നും നല്ലതില്ല. ഇതാ ഞാൻ കൊണ്ടുവരുന്നു. പാവപൂർണ്ണമായൊരു ജീവിതം, പാവപൂർണ്ണമായൊരു ശരീരം. യേശുവേ, ഒന്നും നല്ലതില്ല. ലോകത്തിന് വേണ്ടി, ലോകമോദങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു ജീവിതം, ലോകപ്രതാപത്തിന് വേണ്ടി ജീവിച്ചൊരു ജീവിതം, ലോകമഹിമയ്ക്ക് വേണ്ടി ജീവിച്ചൊരു ജീവിതം, ലോകമനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചൊരു ജീവിതം, ലോകസുഖം തേടി അലഞ്ഞ ഒരു ജീവിതം. കർത്താവ്, ഇത് ഞാനിതാ നിനക്ക് തരുന്നു. ദാഹം തീർക്കാം. ഹല്ലേലൂയ. തീരുമാനിക്കുമോ നിങ്ങൾ? സമർപ്പിക്കുമോ നിങ്ങൾ? നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
അവിടുത്തെ മഹത്വേറിയ വചനങ്ങൾക്കായി സ്തോത്രം. അപ്പോൾ ഈ മക്കൾ തൊട്ടതിനായി സ്തോത്രം. ഈ മക്കളുടെ മേത്തിൻ്റെ പുനരം വെച്ചതിനായി സ്തോത്രം. എല്ലാവരെയും തലോടിയതിനായി സ്തോത്രം. കണ്ണുനീര് തുടച്ചതിനായി സ്തോത്രം. അനാഥത്വം മാറ്റിയതിനായി സ്തോത്രം. പാവങ്ങൾ ക്ഷമിച്ചതിനായി സ്തോത്രം. നിത്യജീവനുണ്ടി ഒരുക്കിയതിനായി സ്തോത്രം. രണ്ടാമത്തവരിൽ പറന്നു വീരാൻ ഈ മക്കളുടെ മേലെ മുദ്ര പതിപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.